നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ഫുട്ബോൾ കിക്ക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഗൈസ്, കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് തന്നെ കടക്കാം. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ മത്സരങ്ങളെല്ലാം നിർത്തിവെച്ചിരിക്കുകയായിരുന്നു സൂപ്പർ കപ്പ് ഉണ്ടായതുകൊണ്ട് തന്നെ. എന്നാൽ ഇപ്പോൾ സൂപ്പർ കപ്പ് ഫൈനലിൽ ഇപ്പോൾ എത്തിയിരിക്കുന്ന ടീം ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഈസ്റ്റ് ബംഗാൾ എഫ് സിയും അതേപോലെ തന്നെ ഒഡീഷ എഫ് സിയുമാണ്. കഴിഞ്ഞ ദിവസത്തെ മത്സരത്തിൽ ഒഡീഷ വേഴ്സസ് മുംബൈ സിറ്റി എഫ് സി മത്സരത്തിൽ ഒഡീഷ എഫ് സി വിജയം കരസ്ഥമാക്കുകയായിരുന്നു. സെമി ഫൈനലിൽ ഡിഗോ മൗറിഷ്യോ പെനാൽറ്റിയിലൂടെ നേടിയ ഗോളിലൂടെയാണ് അവർ ഫൈനലിൽ കടന്നത്. മുംബൈ സിറ്റി എഫ് സി ഒഡീഷ എഫ് സി മത്സരത്തിൽ 3 റെഡ് കാർഡ് കിട്ടി മുംബൈ സിറ്റി എഫ് സി താരങ്ങൾ പുറത്തു പോകുന്നതും നമ്മൾ അവസാന നിമിഷത്തിൽ കണ്ടിരുന്നു. അവർ വിദേശ താരമായ റോസ്റ്റിൻ ഗ്രിഫിത്തും അതേപോലെ തന്നെ ജോർജ് പെരേരഡൈസും അതേപോലെ തന്നെ ഗുർക്രീത്ത് എന്ന് പറയുന്ന താരവുമാണ് റെഡ് കാർഡ് കിട്ടി പുറത്തു പോകേണ്ടി വന്നത്. എന്തായാലും 3 താരങ്ങളെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് മുംബൈ സിറ്റി എഫ് സി എന്തായാലും ആ മത്സരത്തിൽ. അതേപോലെ തന്നെ സൂപ്പർ കപ്പിൻ്റെ സെമി ഫൈനൽ നാളെ നടക്കുകയാണ്. നാളെ 7:30 ഒഡീഷ എഫ് സി വേഴ്സസ് ഈസ്റ്റ് ബംഗാൾ എഫ് സി മത്സരമാണ് നടക്കുന്നത്. ആ മത്സരത്തിൽ ആര് ചാമ്പ്യന്മാരാകുമെന്ന് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. രണ്ടും കരുത്തരായ ISL പ്രമുഖ ടീമുകളാണ്. എന്തായാലും നമുക്ക് നാളത്തെ സ്കോർ നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്ത് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഗൈസ്, അടുത്ത അപ്ഡേറ്റിലേക്ക് കിടക്കാം. അടുത്ത അപ്ഡേറ്റ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് സന്തോഷിക്കാൻ വകയുള്ള ചെറിയ ന്യൂസാണ്. പക്ഷേ ജസ്റ്റ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നു എന്ന് മാത്രമുള്ളൂ. കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി വീണ്ടും ഒരു വിദേശ സൈനിങ് നടത്താൻ പോകുന്നുവെന്നും റൈറ്റ് ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന ഒരു വിദേശ സൈനിങ്ങാണ് നടത്താൻ പോകുന്നതെന്നും ഓസ്ട്രേലിയൻ താരമായ ഗിബ്തിൻ ജോൺസ് എന്ന് പറയുന്ന താരവുമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് 3 കൊല്ലത്തെ കരാറിൽ ഒപ്പിട്ടുമെന്നാണ് ഇപ്പോൾ നമുക്കൊരു അപ്ഡേറ്റിലൂടെ പറയാനുള്ളത്. കുറച്ച് നേരമായിട്ട് ഈ ന്യൂസ് സോഷ്യൽ മീഡിയയിൽ റൂമറായിട്ട് പ്രചരിക്കുന്നുണ്ട്. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഇങ്ങനെ ഒരു സൈനിങ് നടത്തുമോ എന്ന് എനിക്കിനി സംശയമാണ്. കാരണം റൈറ്റ് ബാക്ക് കളിക്കാൻ മികച്ച ഇന്ത്യൻ താരങ്ങളുള്ളപ്പോൾ എന്തിന് ഇനി ഒരു വിദേശ സൈനിങ് കൂടെ ബ്ലാസ്റ്റേഴ്സ് നടത്തുന്നു എന്നാണ് ആരാധകരുടെ ചോദ്യം. എന്തായാലും ജസ്റ്റ് റൂമർ മാത്രമാണ്. എന്തായാലും ഇത് വിശ്വസിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വീഡിയോ ഇവിടെ ചേർന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ ISL ഫുട്ബോൾ ന്യൂസുകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ്